12 മുതൽ 14% വരെ ഗ്യാരണ്ടീഡ് ഇൻട്രസ്റ്റ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉൾപ്പെടെ എല്ലാം കൊടുത്തിരുന്നു. പോകല്ലേ, ഇന്നല്ല, 1990 ചോദിച്ചാൽ അറിയാം. 1990 14% ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഓരോ 5 കൊല്ലം കൂടുമ്പോൾ അത് 10, 8 ഇങ്ങനെ കുറഞ്ഞു വന്നു. ഇപ്പൊ നിൽക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു 6.5, 7 ഇല്ല. അപ്പോൾ അടുത്തൊരു 5 കൊല്ലം കഴിഞ്ഞാലോ, ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാം. അതിനപ്പുറം 5 കൊല്ലം കഴിഞ്ഞാലോ, അതായത് ഇവിടെ നമ്മൾ 10 കൊല്ലം കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 2, 2.5, 3%. ഇനി 80-ലൊക്കെ 16%, 80, 85-ലെ 16% വരെ ഇൻട്രസ്റ്റ് കൊടുത്തിരുന്നു. സത്യമല്ലേ? സംശയം ഇപ്പൊ ഗൂഗിൾ ചെയ്ത് നിങ്ങൾക്ക് അറിയാം, ഞാൻ കള്ളത്തരം പറയല്ല. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഗ്യാരണ്ടീഡ് ഇൻട്രസ്റ്റ് റേറ്റ്, പ്രത്യേകിച്ച് കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്ലാൻ. എന്തിനാണ് ഈ കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്ലാൻ? നമുക്ക് മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, ബാക്കിയുള്ള എത്രയോ ട്രഡീഷണൽ പ്ലാനുണ്ട്, RD ഉണ്ട്, KSF ഉണ്ട്, ആയിരക്കണക്കിന് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ഉള്ളപ്പോൾ കുട്ടികളുടെ പ്ലാൻ എന്തിനാ? ഇതും കൂടി കേൾക്കണേ. എന്താണ് വ്യത്യാസം? ഒന്ന് എന്ന് പറയുന്നത്, ഇതിൽ റിസ്ക് ഇല്ല, 100% ഗ്യാരണ്ടീഡ് ആണ്, മാർക്കറ്റായിട്ട് ഒരു കണക്ഷനും ഇല്ല. ഇൻട്രസ്റ്റ് ഗ്യാരണ്ടീഡ് ആണ്. അടുത്ത 30 കൊല്ലത്തേക്ക് തരാൻ പോകുന്ന ഇൻട്രസ്റ്റ് ഇന്ന് എഴുതി സൈൻ ചെയ്ത് നിങ്ങളുടെ ഡോക്യുമെന്റ് മെച്യൂരിറ്റി സർട്ടിഫിക്കറ്റ് തരും. നാളെ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ അത് ബാധിക്കില്ല, നിങ്ങളുടെ കുട്ടികളുടെ അത് ബാധിക്കില്ല. ഇനിയുള്ള കാര്യം വേറെ ഒന്നിനില്ലാത്തത്, നിങ്ങൾ ഏത് ഫണ്ട് ചേർന്നോളൂ, ഒരു 2 ലക്ഷം രൂപ അടച്ചു, നാളെ നിങ്ങൾ മരണപ്പെടാം, പെർമനന്റ് ഡിസബിലിറ്റി വരാം. മരണം നിർബന്ധമല്ല, പെർമനന്റ് ഡിസബിലിറ്റി വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ജോലിക്ക് പോകാൻ പറ്റില്ല, വരുമാനമില്ല. ആ സമയത്ത് നമ്മൾ എന്താണ് അടച്ചത് അത് മാത്രമല്ല തിരിച്ചു തരുള്ളൂ. പക്ഷെ കുട്ടികളുടെ പ്ലാനിൽ, ഫോർ എക്സാമ്പിൾ, ഞാൻ എന്ന് പറയാൻ പോയിരുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ വരുന്ന SBI ലൈഫ് പ്ലാനിൽ നിങ്ങൾ 2 ലക്ഷം രൂപ അടച്ചാൽ നിർഭാഗ്യവശാൽ മരണപ്പെടുകയോ അല്ല എങ്കിൽ പെർമനന്റ് ഡിസബിലിറ്റി വന്ന് ജോലിക്ക് പോകാതെ ഇരിക്കാൻ അവസ്ഥ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടയ്ക്കുന്ന 2 ലക്ഷം രൂപയല്ല, ഓൾമോസ്റ്റ് നിങ്ങൾക്ക് 20 ലക്ഷം രൂപ നിങ്ങൾക്ക് ഗ്യാരണ്ടീഡ് ആയിട്ട് ആ സമയത്ത് നിങ്ങൾക്ക് കിട്ടുകയാണ്. ആ കൊല്ലം കഴിയുമ്പോൾ ഈ പൈസ വേറെ ഒരു പ്ലാനിലില്ല. അതായത് കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്ലാനിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ മരണം മാത്രമല്ല കവർ ചെയ്ത്, പെർമനന്റ് ഡിസബിലിറ്റി വന്നു കഴിഞ്ഞാൽ 2 കണ്ണ് പോയി, അല്ലെങ്കിൽ 1 കണ്ണ് 1 കാലും പോയി, നമുക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല, വരുമാനമില്ല. എന്ത് സംഭവിക്കും? ശമ്പളം കിട്ടില്ല, ജോലി നമ്മൾ മാറി നിൽക്കേണ്ടി വരും. ആ സമയത്ത് കുട്ടികളുടെ കാര്യത്തിൽ നമുക്കൊരു കോംപ്രമൈസ് വേണ്ടി വരില്ല. അതാണ് കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്ലാനിന്റെ ഒരു മെച്ചം. ഇതില് ഈ പറയുന്ന SBI ലൈഫിന്റെ ഈ കുട്ടികളുടെ പ്ലാനിൽ നമുക്ക് അച്ഛനും അമ്മയ്ക്കും മാത്രമല്ല, ഗ്രാൻഡ് മദേഴ്സ് ഓർ ഗ്രാൻഡ് പാരൻസിനും പൈസ അടയ്ക്കാം. നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ താല്പര്യമുണ്ട് മക്കൾക്ക് വേണ്ടി, അതിന് പൈസ അടയ്ക്കാം. ഞാൻ ഇതിൽ പറയുന്ന പ്ലാനിന്റെ മിനിമം 50,000 രൂപ ആണെങ്കിലും 6.5% ഇൻട്രസ്റ്റ് കിട്ടാൻ നമ്മൾ 2 ലക്ഷം രൂപ മിനിമം അടയ്ക്കേണ്ടതുണ്ട്. 6.5% അടുത്ത നിങ്ങളുടെ കുട്ടികൾ 18 വയസ്സാവുന്നവരെ അടുത്ത 15 കൊല്ലത്തേക്കോ ഒരു കാരണവശാലും ഈ ഇൻട്രസ്റ്റിൽ ഒരു മാറ്റം വരുന്നില്ല. ഇനി അടയ്ക്കുന്ന അച്ഛനും അമ്മയോ, ഇതിൽ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ നമുക്ക് കുട്ടികൾക്ക് ഏകദേശം 21 ലക്ഷം രൂപ ആ കുട്ടിക്ക് അടുത്ത 15 20 കൊല്ലം ലൈഫ് ഇൻഷുറൻസ് കവറേജ് ഉണ്ടാവും, അത് ഇതിലൂടെ കൊടുക്കുന്നതാണ്. പക്ഷേ അടയ്ക്കുന്നത് അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഗ്രാൻഡ് മദറോ ഗ്രാൻഡ് ഫാദറോ ആവട്ടെ, നിർഭാഗ്യവശാൽ അടയ്ക്കുന്ന, നേരത്തെ പറഞ്ഞ ആർക്കെങ്കിലും ഒരു ഡെത്തോ പെർമനന്റ് ഡിസബിലിറ്റിയോ സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പിന്നീടുള്ള പ്രീമിയം അടയ്ക്കേണ്ടതില്ല. അടയ്ക്കാണ്ട് തന്നെ 2 ലക്ഷം രൂപ വെച്ചിട്ട് 10 കൊല്ലം അടച്ചു കഴിഞ്ഞാൽ 15ാമത്തെ കൊല്ലം കിട്ടുന്ന 35 ലക്ഷം രൂപ നിർഭാഗ്യവശാൽ ഒരു തവണ അടച്ചിട്ടും അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ അടയ്ക്കുന്ന ഗ്രാൻഡ് ഫാദറോ ഗ്രാൻഡ് മദറോ മരണമോ അല്ലെങ്കിൽ പെർമനന്റ് ഡിസബിലിറ്റിയോ സംഭവിക്കുകയാണെങ്കിൽ പിന്നീട് അടയ്ക്കേണ്ടതില്ല. 15 കൊല്ലം വരുമ്പം 15ാമത്തെ കൊല്ലം വരുമ്പോൾ 35 ലക്ഷം രൂപ കുട്ടിക്ക് കൊടുക്കുന്ന കാര്യം. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. 100% ടാക്സ് ഫ്രീയുമാണ് ഇത്. 5 പൈസ പോലും ടാക്സ് ഫ്രീ ഇതിൽ കൊടുക്കേണ്ടതില്ല. കുട്ടിയുടെ, അതായത് 18 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ള അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദറിനോ ഗ്രാൻഡ് മദറിനോ, അതായത് 65 വയസ്സ് വരെയുള്ളവർക്ക് ഇതിൽ പൈസ അടയ്ക്കാം. നേരത്തെ പറഞ്ഞ സംരക്ഷണം അതിൽ കിട്ടും. അപ്പോൾ ഫോർ എക്സാമ്പിൾ നേരത്തെ സൂചിപ്പിച്ച പോലെ 2 ലക്ഷം രൂപ വെച്ചിട്ട് 10 കൊല്ലം അടച്ചു കഴിഞ്ഞാൽ ഏകദേശം ടാക്സ് ഉൾപ്പെടെ 2,09,000 രൂപ വരും. 10 കൊല്ലം അടച്ചു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് 35 ലക്ഷം രൂപ ഗ്യാരണ്ടീഡ് ആണ്. 35 ലക്ഷം ചിലർ കുറച്ചധികം കിട്ടും, 35,03,000 രൂപ മറ്റേ കിട്ടും. അത് ഗ്യാരണ്ടീഡ് ആണ്. ആ എമൗണ്ട് നമ്മൾ സർട്ടിഫിക്കറ്റ്, മെച്യൂരിറ്റി സർട്ടിഫിക്കറ്റ് എഴുതിയിട്ടാണ് തരുന്നത്. തിരിച്ചെടുക്കുന്ന 35,03,000 രൂപയാണ്. 35,03,000 രൂപയും അക്കൗണ്ടിലേക്ക് വരും.
ടാക്സ് 5 പൈസ പോലും ഇതിൽ കൊടുക്കേണ്ടതില്ല. അപ്പോൾ നമുക്കിതിലുണ്ട് ഗ്യാരണ്ടീഡ് ഇൻട്രസ്റ്റ്, അടയ്ക്കുന്ന ആൾക്കും കുട്ടിക്കും ലൈഫ് ഇൻഷുറൻസ് പ്ലസ് എന്തെങ്കിലും നിർഭാഗ്യവശാൽ അടയ്ക്കുന്ന ആൾക്ക് സംഭവിക്കുകയാണെങ്കിൽ പൈസ അടയ്ക്കാതെ തന്നെ മെച്യൂരിറ്റി എമൗണ്ട് കിട്ടും. പിന്നെ വർഷം അടച്ചു പോയാൽ മതി. 20 ലക്ഷം രൂപ അടയ്ക്കേണ്ടത് 1 വർഷം കൊണ്ട് അടയ്ക്കേണ്ട, 10 കൊല്ലം കൊണ്ട് അടച്ചാൽ മതി. ഇനി 10 കൊല്ലം അടയ്ക്കാൻ താല്പര്യമില്ലെങ്കിൽ 7 കൊല്ലം കൊണ്ട് അടച്ചു തീർക്കാം. ഇങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. ഈ പ്ലാൻ വളരെ കുറച്ച് കാലങ്ങൾക്ക് വേണ്ടി, അത് ഓൾറെഡി ബാങ്ക് ഇൻട്രസ്റ്റ് കുറച്ചപ്പോൾ ഇതിന് ഇൻട്രസ്റ്റ് കുറച്ചിട്ടില്ല. ഇനി ഒരു പുതിയ വേർഷൻ വരുമ്പോൾ ഇതിന് 5.75-6% ഉണ്ടാവാൻ വഴിയുള്ളൂ. അതിനു മുമ്പ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ വരുന്ന SBI ലൈഫിന്റെ പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ 6.5% നമുക്ക് 10-20 കൊല്ലം നമ്മൾ ഗ്യാരണ്ടീഡ് ആയി കിട്ടും. കൂടുതൽ അറിയാനും ഇതിൽ ചേരാനുള്ള ചെറിയ പ്രോസസ്സിന് വേണ്ടി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഏത് രീതിയിലുള്ള സപ്പോർട്ടും ചെയ്യാൻ നമ്മുടെ ടീം ഉണ്ടാവും. താങ്ക് യു വെരി മച്ച്. അപ്പോൾ കുട്ടികൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാവാൻ വേണ്ടി ഇതുപോലെയുള്ള കുട്ടികളുടെ പ്ലാൻ തന്നെ എടുക്കുക, അവരുടെ ഭാവി സമ്പൂർണ്ണമാക്കുക. താങ്ക് യു.